മേഖലയിൽ കേരളത്തിന് ലോട്ടറി എന്ന് പറഞ്ഞാലോ? തുണച്ചത് തമിഴ്നാട്. എങ്ങനെയെന്നല്ലേ? തമിഴ്നാട്ടിലെ ഈ ടൂറിസം കേന്ദ്രത്തെ കൈവിട്ട് സഞ്ചാരികൾ. എന്നാൽ കേരളത്തിലാണ് ഇതുകൊണ്ട് കോളടിച്ചത് എന്ന് വേണം പറയാൻ. വേനലവധി കാലമായതോടെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ചൂടുകാലമായതിനാൽ തന്നെ ഹൈറേഞ്ച് ഡെസ്റ്റിനേഷനുകളോടാണ് സഞ്ചാരികൾക്ക് അധികവും താല്പര്യം. ഇത്തരത്തിൽ ഈ ശ്രേണിയിൽ ഇന്ത്യയിൽ തന്നെ മുന്നിലുള്ളതും ആളുകളുടെ പ്രിയപ്പെട്ടതുമായ സ്ഥലമാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി. എന്നാൽ ഇത്തവണ സഞ്ചാരികൾ ഊട്ടിയെ പൂർണ്ണമായിട്ടും കൈവിട്ട അവസ്ഥയാണുള്ളത്. ഈ പാസ് നിർബന്ധമാക്കിയതോടെയാണ് ഊട്ടിയിലേക്ക് എത്തുന്ന യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞത്. ഊട്ടിയിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ കോളടിച്ചതാകട്ടെ കേരളത്തിലെ മൂന്നാറിനാണ്. ഇവിടേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സാഹചര്യമാണിപ്പോൾ. മൂന്നാറിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. അവധിക്കാലം ആഘോഷിക്കാൻ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തിയതോടെ ജില്ലയിലെ ടൂറിസം മേഖലയാകെ ഉണർന്ന സ്ഥിതിയാണ്. മൂന്നാർ ടൗൺ, രാജമല, മാട്ടുപ്പെട്ടി, എക്കോ പോയിന്റ്, ഫ്ലവർ ഗാർഡൻ എന്നിവിടങ്ങളിൽ നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്യാപ് റോഡിലൂടെയുള്ള KSRTC ഡബിൾ ഡെക്കർ ബസ് യാത്രയുടെ എല്ലാ ട്രിപ്പിലും സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു. ഊട്ടിയിൽ ഈ പാസ് നിർബന്ധമാക്കിയതും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും സഞ്ചാരികളുടെ ദുരിതത്തിൽ ആക്കുന്ന സാഹചര്യമായി. ഈ പാസ് ഏർപ്പെടുത്തിയതിനു പുറമെ ഊട്ടിയിലെ സൗകര്യങ്ങളിലെ അപര്യാപ്തതയും മൂന്നാറിലേക്ക് യാത്ര മാറ്റുന്നതിന് ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്നായി. ഊട്ടിയിലെ മലയാളി വ്യാപാരികൾ തന്നെയാണ് കേരളത്തിൽ നിന്നുള്ളവരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞുവെന്ന് സാക്ഷ്യപ്പെടുത്തി വന്നത്. ഇത്തരത്തിൽ തിരക്ക് കുറയാൻ കാരണമായതാകട്ടെ തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് തമിഴ്നാട് സർക്കാർ കൈക്കൊണ്ട തീരുമാനവും. നീലഗിരി ജില്ലയിൽ പ്രവേശിക്കാൻ ഈ പാസ് എടുക്കണമെന്നാണ് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ തീരുമാനം. ഊട്ടിയിലേക്കുള്ള ടൂറിസ്റ്റുകൾ മൂന്നാറിന് പുറമെ മൈസൂർ, മുതുമല, ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലേക്കും റൂട്ട് മാറ്റുകയാണ്. പുതിയ ഈ സാഹചര്യം ഊട്ടി കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുറവാണ് ഇതുകൊണ്ടുണ്ടായത്. ഇതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയും ഒപ്പം അനുബന്ധ സ്ഥാപനങ്ങളെയും ഇത് നന്നായി ബാധിച്ചിട്ടുമുണ്ട്. ലോഡ്ജുകൾ, ടൂറിസ്റ്റ് ഹോമുകൾ, കോട്ടേഴ്സുകൾ, ടാക്സി, ഓട്ടോ, ടൂറിസം, ഗൈഡ് ട്രാവൽസ് തുടങ്ങിയവയെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ ഊട്ടി കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നവർ പറയുന്ന അഭിപ്രായങ്ങളാണിത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്തെ മനുഷ്യര് പലതരം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊരു മോചനം നേടാൻ ഇടയ്ക്കൊരു ട്രിപ്പൊക്കെ അത്യാവശ്യം തന്നെ എന്ന സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ വിനോദയാത്രകൾ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്ഥിതിയാണിപ്പോൾ. ഈ അവസരത്തിലാണ് കേരളത്തിലെ പല പ്രദേശങ്ങളും ടൂറിസ്റ്റ് മേഖലയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാത്രക്കാരുടെ പ്രിയപ്പെട്ട ഇടമായി മൂന്നാർ മാറിയിരിക്കുകയാണ്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടളി എന്നീ 3 ആറുകൾ ചേരുന്ന സ്ഥലം എന്ന വിശേഷണത്തിൽ നിന്നാണ് മൂന്നാർ എന്ന പേരുണ്ടായത്. പള്ളിവാസൽ, ദേവികുളം, മളയൂർ, മാങ്കുളം, കുട്ടമ്പുഴ പഞ്ചായത്തുകൾക്ക് നടുവിലാണ് മൂന്നാർ. അതുപോലെ തന്നെ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള തേയിലത്തോട്ടങ്ങൾ കൊണ്ടാണ് മൂന്നാറിന്റെ ഭൂപ്രകൃതിക്ക് അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ ബ്രിട്ടീഷുകാരാണ് മൂന്നാർ പട്ടണത്തിനരികെ ആദ്യത്തെ ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ നിർമ്മിച്ചതും. ഇത്തരത്തിൽ ഇന്ന് മൂന്നാർ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് തന്നെയാണ് മൂന്നാറിൽ ഇപ്പോൾ.